ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. നീറ്റ് PG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റുകളായാണ് പരീക്ഷ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഈ മാസം 11-നെത്തും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO മേധാവി S. സോമനാഥും പരിപാടിയിൽ സന്നിഹിതനാവും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടി കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് നജീബ് കാന്തപുരമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാരിന്റെ ഭരണവൈകല്യമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സമയബന്ധിതമായി റോഡ് പണികൾ തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ റോഡുകളിൽ 90% സഞ്ചാരയോഗ്യമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി. റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് PWD ലക്ഷ്യമെന്നും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്നും സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുട്ടികളെ ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നതിനാൽ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് PG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റുകളിലായാണ് പരീക്ഷ നടക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. ചില പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം 23-ന് നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷ റദ്ദാക്കുകയായിരുന്നു. പണം നൽകിയാൽ ചോദ്യപേപ്പർ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ പരീക്ഷാ ബോർഡിന്റെ മുന്നറിയിപ്പ്. നാളെ നടക്കുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകരെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നത്. FMGEയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം വ്യാജ വാർത്തകളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും ദേശീയ പരീക്ഷാ ബോർഡ് മുന്നറിയിപ്പ് നൽകി. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഈ മാസം 11-നെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിനെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് ചരക്ക് കപ്പൽ എത്തുന്നത്. യൂറോപ്പിൽ നിന്നുള്ള മദർഷിപ്പ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്നാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നത്. ആദ്യമായാണ് യൂറോപ്പിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നത്. പൊതുജനങ്ങൾക്കും കപ്പൽ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മദർഷിപ്പിൽ നിന്ന് ഫീഡർ ഷിപ്പുകളിലേക്കും തിരിച്ചും ചരക്ക് കയറ്റി ഇറക്കുന്ന ട്രയലും ഇതിന്റെ ഭാഗമായി നടക്കും. കപ്പലിന് അടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞതായി വിഴിഞ്ഞം തുറമുഖം MD ദിവ്യ S. അയ്യർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ അതത് വകുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇതുവരെ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ അവലോകനം ചെയ്യണമെന്നും ഇതിനായി ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാന്റെ വയനാട് ജില്ലാതല ലോഞ്ചിംഗ് കൽപ്പറ്റയിൽ നടന്നു. വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നാളെ മാനന്തവാടി ബ്ലോക്കിലും സമ്പൂർണ്ണത അഭിയാന്റെ ഭാഗമായി പരിപാടി നടക്കും. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ഇടുക്കിയിലെ ദേവികുളത്തും സമ്പൂർണ്ണത അഭിയാന് ഇന്ന് തുടക്കമായി. ഇടുക്കിയിലെ അഴുത ബ്ലോക്കിലും പാലക്കാട്ടെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിലും നാളെ പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടാണ് സമ്പൂർണ്ണത അഭിയാൻ നടപ്പാക്കുന്നത്. തൃശൂർ കുന്നംകുളം റോഡ് പണിയാനുള്ള പണം പൂർണ്ണമായി കേന്ദ്ര സർക്കാർ നൽകിയതാണെന്നും അത് എന്തുകൊണ്ട് പൂർത്തിയായില്ല എന്ന് കരാറുകാരോട് ചോദിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങും എന്ന് പറഞ്ഞത് പൊതുപരിപാടികൾക്കല്ലെന്നും വാണിജ്യ സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസ് വളർത്താൻ ചെയ്യുന്ന ഉദ്ഘാടനങ്ങൾക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFIക്ക് സംഭവിച്ച ചെറിയ വീഴ്ചകൾ അവർ തന്നെ പരിഹരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SFIയെ തകർക്കാൻ പലരും അവസരം കാത്തിരിക്കുകയാണെന്നും തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UK പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി ഉജ്ജ്വല വിജയം നേടിയതിനൊപ്പം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യ മലയാളി MP-യായി കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആഷ്ഫോർഡിൽ നിന്നുള്ള ആദ്യ ലേബർ പാർട്ടി MP-യായാണ് സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഷ്ഫോർഡ് ബറോ കൌൺസിലിലെ കൌൺസിലറും NHSൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ്. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് വിരാമമിട്ടാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരം പിടിച്ചത്. പരാജയത്തെ തുടർന്ന് ഋഷി സുനക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. കെയർ സ്റ്റാമറാണ് അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീറെന്ന് അബ്ദുസമദ് സമദാനി MP. ബഷീറിന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂരിലെ ബഷീറിന്റെ വസതിയായ വൈലാലിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഷീർ ഗ്രന്ഥകർത്താവ് മാത്രമല്ല, സ്വന്തം ഭാഷ ഉണ്ടാക്കിയ ഭാഷാകർത്താവ് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 9:30-നാണ് മത്സരം. രാത്രി 12:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ പോർച്ചുഗൽ ഫ്രാൻസിനെ നേരിടും. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ അർജന്റീന ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. സമനിലയിൽ തുടർന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് അർജന്റീന വിജയം ഉറപ്പിച്ചത്. വെനസ്വേല കാനഡ ക്വാർട്ടർ മത്സരം നാളെ പുലർച്ചെ നടക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7 മണിക്ക് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് താഴ്ന്ന് 79,996-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 22 പോയിന്റ് ഉയർന്ന് 24,324-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,700 രൂപയും പവന് 53,600 രൂപയുമാണ് ഇന്നത്തെ വില. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ഏതാനും നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം. കരടികളുടെ ആക്രമണത്തിൽ തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബോണക്കാട് BA ഡിവിഷനിൽ കാറ്റാടിമുക്ക് ലൈനിൽ താമസിക്കുന്ന ലാലയെയാണ് ഇന്നലെ പുലർച്ചെ കരടികൾ ആക്രമിച്ചത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് സൌത്ത് ബീച്ച് ഭാഗങ്ങളിലും ചാപ്പയിൽ ഭാഗങ്ങളിലും കടൽക്ഷോഭത്തെ തുടർന്ന് ശക്തമായ തിരമാലകൾ അടിച്ചുകയറി. ചാപ്പയിൽ ഭാഗത്തും കോന്നാട് ബീച്ചിലെ ശാന്തിനഗർ കോളനി ഭാഗങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് സംസ്ഥാനപാതയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. താമരശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. പിന്നിലെ ടയറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് ബസ് നിർത്തുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. ബസിൽ 50ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പുക ഉയർന്ന് തീപിടിക്കാൻ ആരംഭിച്ച ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അടിമാലി ടൌണിൽ പഞ്ചായത്ത് ടൌൺ ഹാളിന് സമീപം ഓടുന്ന ബസിന് മുൻഭാഗത്തേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഇന്നുച്ചയോടെയായിരുന്നു അപകടം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. നീറ്റ് PG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റുകളായാണ് പരീക്ഷ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഈ മാസം 11-നെത്തും.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.